റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രം രൂപീകരിക്കുകയും ചെയ്ത ചരിത്രത്തിലെ മഹാനായ നേതാവായ ലെനിൻ്റെ വിയോഗത്തിന് 100 വർഷം തികയുകയാണ്. 1924 ജനുവരി 21-നാണ് ലെനിൻ അന്തരിക്കുന്നത്. നമ്മൾ കേരളത്തിലുള്ളവർക്ക് പ്രധാനമായും ലെനിനെ അറിയാൻ കഴിഞ്ഞത് ലെനിൻ്റെ മരണത്തിന് ശേഷം തന്നെയാണ്. ലെനിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചകൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളതും എഴുത്തുകൾ, പ്രസംഗങ്ങൾ, സാഹിത്യങ്ങളെല്ലാം ലെനിനെ കേന്ദ്രീകരിച്ച് മലയാളത്തിൽ വന്നിട്ടുള്ളത് പ്രധാനമായും ലെനിൻ്റെ മരണത്തിന് ശേഷം തന്നെയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്ന് പറയുന്ന സമയം നമ്മൾ കേരളീയരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. കാരണം ഒരു വലിയൊരു സോഷ്യൽ ട്രാൻസിഷൻ നടക്കുന്നൊരു സമയമാണ്. നമ്മളുടെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ എല്ലാം മൂവ്മെൻറ്റുകൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലെ അന്നത്തെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള സാമൂഹിക പ്രവർത്തകർ അവർ ഇന്ത്യയിൽ ദേശീയ തലത്തിൽ നടക്കുന്ന സാമൂഹിക മുന്നേറ്റങ്ങളോടൊപ്പം തന്നെ ആഗോളതലത്തിൽ നടക്കുന്ന വിപ്ലവകരമായിട്ടുള്ള പല മുന്നേറ്റങ്ങളെക്കുറിച്ചും വളരെ കാര്യമായി ശ്രദ്ധിക്കുകയും വായിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അത്തരത്തിൽ ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അന്ന് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും ശക്തമായിട്ട് ഉയർന്നു വന്നിട്ടില്ല. 1930-കളോടുകൂടിയാണ് ഏകദേശം നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായിട്ടുള്ളൊരു പ്രവർത്തനമെല്ലാം കേരളത്തിൽ ഉയർന്നു വരുന്നത്. പക്ഷേ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ജോഗ്രഫി ആയിരുന്നില്ല കേരളത്തിലേത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അന്ന് സാമൂഹിക നവോത്ഥാന മുന്നേറ്റങ്ങളാണ് പലപ്പോഴും ഇവിടെ ശക്തമായിട്ടുള്ള പല മൂവ്മെൻറ്റുകൾക്കും നേതൃത്വം നൽകിയിരുന്നത്. വൈക്കം സത്യാഗ്രഹം പോലെയുള്ള, ശേഷം വരുന്ന ഗുരുവായൂർ സത്യാഗ്രഹം പോലെയുള്ള അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സമരങ്ങളും എല്ലാം നയിക്കുന്നത് അന്നത്തെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള പ്രധാനപ്പെട്ട ഇത്തരത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെ ഉയർന്നു വന്ന നേതൃത്വമാണ്. ഈ നേതൃത്വം വളരെ സവിശേഷമായി ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു 1917 നടന്നിട്ടുള്ള റഷ്യൻ വിപ്ലവം. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു നേതൃത്വം പ്രധാനമായിട്ടും ഒന്ന് ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള നമ്മളുടെ ഒരു ഫ്യൂഡൽ സ്ട്രക്ചറിനെതിരെയുള്ള പോരാട്ടം ഒരു വശത്തുകൂടി നടക്കുന്നു. അതോടൊപ്പം തന്നെ മറുവശത്തുകൂടി ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരങ്ങളും കൂടി നടക്കുന്നു. അപ്പോൾ ഈ സമരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന നമ്മളുടെ ആ കാലത്തെ പ്രധാനപ്പെട്ട അന്നത്തെ ഒരു എലീറ്റ് ഇൻ്റലിജൻസിയുടെ എല്ലാം ഭാഗമായിട്ടുള്ള കേരളത്തിലെ നേതൃത്വം റഷ്യൻ വിപ്ലവത്തെ പ്രധാനമായിട്ടും കണ്ടത് ഒന്ന് ഇന്ത്യയിലെ നാടുവാഴിത്ത സമ്പ്രദായത്തിൽ ഇവിടുത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിനും എതിരായ ഒരു ബദൽ സാമൂഹ്യ വ്യവസ്ഥിതി ഉയർന്നു വരുന്നു എന്നുള്ള നിലയിലാണ് ഈ റഷ്യൻ വിപ്ലവത്തെ നോക്കിക്കാണുന്നത്. അങ്ങനെ റഷ്യൻ വിപ്ലവത്തിലൂടെയാണ് നമ്മൾ മാർക്സിസം പഠിക്കുന്നത്. മലയാളി മാർക്സിസം പഠിക്കുന്നത് യഥാർത്ഥത്തിൽ റഷ്യൻ വിപ്ലവത്തിലൂടെയാണ്. നമ്മൾ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. അതുവഴി നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് കൂടുതലും അത്തരത്തിലൊരു വെസ്റ്റേൺ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മാർക്സിനെ പോലെയുള്ള ആദ്യകാല പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ തന്നെയും ഇവിടെ ഇന്ത്യക്കാർ, സവിശേഷമായി മലയാളികൾ, മാർക്സിസം എന്നുള്ളൊരാശയത്തിലേക്ക് വരുന്നത് റഷ്യൻ വിപ്ലവത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ 1905 ഒന്നാം റഷ്യൻ വിപ്ലവം, ബൂർഷ്വാ റവല്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന റഷ്യയിലെ പാർലമെൻ്റായിട്ടുള്ള ധൂമ എല്ലാം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള 1905 ഒന്നാം റഷ്യൻ വിപ്ലവം മുതൽ തന്നെ റഷ്യയിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് മലയാളികൾ ക്യൂരിയസ് ആവുകയും അക്കാലത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും CS ഗോപാലപ്പണിക്കരുമെല്ലാം മലയാളത്തിൽ ആ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചിട്ടുള്ള ഒന്നാം റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചിട്ടുള്ള ലേഖനങ്ങളെല്ലാം ഇവിടെ എഴുതുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ അന്വേഷണങ്ങൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ 1912 കാൾ മാർക്സിനെ കുറിച്ചിട്ടുള്ള ഇന്ത്യൻ ഭാഷയിലെ ആദ്യത്തെ പുസ്തകം, കാൾ മാർക്സിൻ്റെ ജീവചരിത്രം എന്ന ഒരു ചെറിയ പുസ്തകം എഴുതുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. ഇത് ചൈനയിൽ, കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയിലാണെങ്കിൽ പോലും ചൈനീസ് ഭാഷയിൽ കാൾ മാർക്സിനെ കുറിച്ചൊരു പുസ്തകം വരുന്നത് 1919 മാത്രമാണ്. അപ്പോൾ അതിനു മുമ്പേ തന്നെ കേരളത്തിലെ
അന്നത്തെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള നേതാക്കൾ മാർക്സിനെ എല്ലാം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. എന്നാൽ ഇതിൻ്റെ ഒരു മറുഭാഗത്തേക്ക് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന മലയാളികളൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾ ഇന്ത്യയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ മലയാളികൾ അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്കെല്ലാം വരുന്നത് അല്പം വൈകിയ വേളയിലാണ്. കാരണം റഷ്യൻ വിപ്ലവത്തിന് ഏകദേശം സമകാലികമായിട്ട് തന്നെയാണ് 1920 താഷ്കൻഡിൽ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അതിനും എല്ലാം വളരെ ശേഷം 1939 ഡിസംബറിൽ മാത്രമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. വളരെ വൈകിയാണ് നമ്മൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന ഒരു സംസ്ഥാനമായും കേരളം മാറി 1957. അത് ആഗോളതലത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നത് 1945 ഇറ്റലിക്ക് അടുത്തുള്ള ഒരു ദ്വീപായ സാൻ മറീനോയിൽ 1945 ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് വരുന്നുണ്ട്. അതിനുശേഷം കരീബിയൻ ദ്വീപസമൂഹമായിട്ടുള്ള ഗയാനയിൽ 1953 ഒരു ഗവൺമെൻറ് വരുന്നുണ്ട്. ഈ കേരളത്തിൽ തന്നെ ആണെങ്കിലും ആദ്യമായി ഇവിടെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് 1954 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലാണ്. പി ടി ഭാസ്കര പണിക്കർ പ്രസിഡൻ്റായി വന്നിട്ടുള്ള അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്ക് വരുന്നത്. തുടർന്ന് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ ഏകദേശം 1917 മുതൽ 1957 വരെ ഉള്ള കാലഘട്ടം കേരളത്തിലെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. കാരണം സോവിയറ്റ് യൂണിയനെ നമ്മൾ ഒരു ആദർശ മാതൃകയായിട്ടാണ് ആ കാലത്ത് കണ്ടിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു ഭാഗത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റിനെതിരായും കൊച്ചി സ്റ്റേറ്റിനെതിരായും എല്ലാം ഉള്ള, അതുപോലെ മലബാറിലുള്ള, അതായത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുള്ള മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നേരിട്ട് എതിരായും എല്ലാം സമരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നടക്കുന്ന ഈ ഫ്യൂഡൽ അധികാരവർഗത്തിനെതിരെയുള്ള സമരം നടക്കുന്നു, അതോടൊപ്പം തന്നെ സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റങ്ങൾ നടക്കുന്നു, കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഇത്തരത്തിലുള്ള ഫ്യൂഡൽ ആയിട്ടുള്ള രാജാധികാരത്തെ തുരത്തിക്കൊണ്ട് ഒരു പുതിയ ജനങ്ങളുടെ തൊഴിലാളി പക്ഷത്ത് നിന്ന് ഉള്ള ഒരു ഭരണകൂടം റഷ്യയിൽ അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അത് വളരെ പുരോഗമനപരമായിട്ടുള്ളൊരു മാറ്റമായിട്ടാണ് കേരളത്തിലെ വലിയൊരു ശതമാനത്തോളം വരുന്ന അന്നത്തെ നമ്മളുടെ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ ലെനിൻ സ്വാഭാവികമായും നമ്മളുടെ ഒരു ആദർശ മാതൃകയായിട്ട് തന്നെയാണ് ഉയർന്നു വന്നത്. നമ്മളുടെ മലയാളികളെ ആ സമയത്ത് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശ മാതൃക, ഒരു നേതാവിൻ്റെ ഒരു ആദർശ മാതൃക എന്ന് പറയുന്നത് അത് ലെനിൻ്റേതായിരുന്നു. 1922 മറ്റും ഇവിടെ കേരളത്തിൽ എഴുതപ്പെടുന്ന ലേഖനങ്ങളിലെല്ലാം ലെനിൻ എന്ന് പറയുന്നത് ലോകത്തിനാകമാനം മാതൃകയായിട്ടുള്ള ഒരു നേതാവാണ് എന്ന് പറഞ്ഞിട്ട് പരാമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ലെനിൻ മരിച്ചതിന് ശേഷം 1924 ഒക്ടോബറിൽ അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള AK പിള്ള അദ്ദേഹം സ്വദേശാഭിമാനിയിൽ ലെനിന് ഒരു ചരമക്കുറിപ്പെഴുതി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തുടർന്ന് നിരവധിയായിട്ടുള്ള എഴുത്തുകൾ വരുന്നുണ്ട്. റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ച് മലയാളത്തിൽ വന്ന ആദ്യ പുസ്തകം 1931 P. കേശവദേവ് എഴുതിയിട്ടുള്ള അഗ്നിയും സ്ഫുലിംഗവും എന്ന് പറയുന്ന പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ കേശവദേവ് പറയുന്നൊരു കാര്യം, ലെനിനെ പരാമർശിച്ചുകൊണ്ടാണ് ആ പുസ്തകം മുന്നോട്ട് പോകുന്നത്. ലെനിൻ്റെ ജീവിതം, റഷ്യൻ വിപ്ലവത്തിൻ്റെ ചരിത്രം എല്ലാമാണ് അതിൻ്റെ ഒന്നാം ഭാഗത്ത് വരുന്നത്. പിന്നീട് ട്രോട്സ്കിയെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിനെ കുറിച്ചും എല്ലാം ഉള്ള പരാമർശം ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. അതൊരു ലഘുലേഖയായിട്ടുള്ളൊരു എഴുത്താണ് അത് പുസ്തക രൂപത്തിലേക്ക് മാറ്റുന്നത്. ആ പുസ്തകത്തിൻ്റെ റിവ്യൂ 1932 ഉണ്ണി നമ്പൂതിരി മാസികയിൽ അന്ന് EMS നമ്പൂതിരിപ്പാട് എഴുതുന്നുണ്ട്. അപ്പോൾ EMS നമ്പൂതിരിപ്പാട് ഒരു കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിൻ്റെ എല്ലാം ഭാഗമായി വരുന്നതിനെല്ലാം മുമ്പാണ്. അപ്പോൾ പിന്നീട് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കേരളത്തിൽ P. കൃഷ്ണപിള്ളയുടെയും EMS നമ്പൂതിരിപ്പാടിൻ്റെയും
NC ശേഖറിൻ്റെയും K ദാമോദരൻ്റെ എല്ലാം നേതൃത്വത്തിൽ രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ K ദാമോദരൻ കാശി വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹമാണ് കാശി വിദ്യാപീഠത്തിലെ തൻ്റെ പഠന കാലയളവിനിടയിൽ 1936 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം ഒഫീഷ്യലി സ്വീകരിക്കുന്ന ആദ്യ മലയാളിയായിട്ട് K ദാമോദരൻ മാറുന്നുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. 1931 തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് രൂപീകരിച്ച NC ശേഖർ, പൊന്നറ ശ്രീധർ, തിരുവട്ടാർ താണുപിള്ള, NP കുരുക്കൾ തുടങ്ങിയ ആളുകളെല്ലാം ചേർന്ന് രൂപീകരിച്ച, തിരുവനന്തപുരത്തും ബാലരാമപുരത്തും എല്ലാം ചേർന്ന് പ്രസ് തൊഴിലാളികളെയെല്ലാം മറ്റും സംഘടിപ്പിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ലീഗാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സംഘടന. ഈ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച NP കുരുക്കൾ, അദ്ദേഹം തിരുവനന്തപുരം ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം സംഘടിപ്പിച്ച് കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സമരമെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. ഇവിടുത്തെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് ഖ്യാതി നേടിയിട്ടുള്ള ശിങ്കാരവേലു ചെട്ടിയാരെ പോയി കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പിറവി ഉണ്ടാവുന്നത്. 1937 ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകം രൂപീകരിക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. അത് പിന്നീടാണ് 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ നമ്മളുടെ നേതാക്കളെ നോക്കുമ്പോൾ, ഒന്ന്, ഇവിടെ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമല്ല ഇവർ എല്ലാവരും ചേർന്ന് ആരംഭിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയോടുള്ള ആശയപരമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിയോജിപ്പുകളാണ് അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആ കാലത്ത് അടുപ്പിക്കുന്നത്. അപ്പോൾ അവരെ പ്രധാനമായിട്ട് ആകർഷിക്കുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രവും അവിടെ ഉള്ള ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ആ രാഷ്ട്രത്തിൻ്റെ ശ്രമവുമെല്ലാമാണ്. അങ്ങനെയാണ് മാർക്സിസം ലെനിനിസത്തിനെ കുറിച്ച് അന്നത്തെ EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ള നേതാക്കൾ വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ 1935 EMS നമ്പൂതിരിപ്പാട് 1917 എന്ന് പറയുന്ന ആദ്യത്തെ തൻ്റെ പുസ്തകം, റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള തൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതുന്നത്. പിന്നീട് വലിയൊരു സ്വാധീനമായിട്ട് ലെനിനിസവും മാർക്സിസവും എല്ലാം നമ്മളുടെ ഈ മുന്നേറ്റങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പരിസരത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു അന്തർദേശീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ലെനിൻ എന്ന് തന്നെയാണ്. കാരണം ലെനിൻ ആ കാലത്ത് കേവലം കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല സ്വാധീനിച്ചിട്ടുള്ളത്, എല്ലാ തരത്തിലുള്ള ആളുകളെയും. ഇപ്പോൾ C കേശവനെ പോലെയുള്ള ആ കാലത്തെ കോൺഗ്രസ്സിലെ നേതാക്കൾ ആയിട്ടുള്ള ആളുകൾ, അവർ പോലെയുള്ള ആളുകളാണെങ്കിലും അവരുടെ പ്രസംഗങ്ങളിലും മറ്റും നിരന്തരം ലെനിനെയും മാർക്സിനെയും എല്ലാം ഉദ്ധരിച്ച് സംസാരിച്ചിരുന്ന ആളുകളാണ്. നമ്മുടെ നവോത്ഥാന മുന്നേറ്റങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഫിഗറായിരുന്ന സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹം റഷ്യൻ വിപ്ലവത്തിനെ എല്ലാം കുറിച്ച് പറയുമായിരുന്നു. അതുപോലെ തന്നെ KM ഇബ്രാഹിം, P കേശവദേവ് തുടങ്ങിയ അക്കാലത്തെ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള പ്രാസംഗികരെല്ലാവരും തന്നെ പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ റഷ്യൻ വിപ്ലവത്തിനെക്കുറിച്ചും ലെനിൻ എന്ന നേതാവിനെക്കുറിച്ചും എല്ലാം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ലെനിൻ ഒരു ആദർശ മാതൃകയായിട്ടാണ് ഉയർന്നു വരുന്നത്. ഒരു ആദർശ പരമായിട്ടുള്ളൊരു നേതൃത്വം ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ലെനിൻ. പിന്നീട് നമ്മളുടെ പലതരത്തിലുള്ള ഇപ്പോൾ എഴുത്തുകളിലേക്കെല്ലാം വരുമ്പോൾ പിന്നീട് 1938 EMS നമ്പൂതിരിപ്പാടും സുബ്രഹ്മണ്യ ശർമ്മയും എല്ലാം ചേർന്ന് കോഴിക്കോട് ആരംഭിച്ച സോഷ്യലിസ്റ്റ് ബുക്ക് ക്ലബ്ബ്, ഈ സോഷ്യലിസ്റ്റ് ബുക്ക് ക്ലബ്ബ് അന്ന് ലെനിൻ്റെ പല കൃതികളും തർജ്ജിമ ചെയ്ത് കേരളത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ മലയാളികൾ ലെനിനെ കൂടുതലായിട്ട് വായിച്ചു തുടങ്ങി. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ വിശേഷിച്ചും ഈ ബ്രിട്ടീഷുകാർ വിപ്ലവ റഷ്യയിൽ നിന്ന് വരുന്ന എല്ലാ വാർത്തകളും കടുത്ത സെൻസർഷിപ്പിലൂടെയാണ് കടത്തിവിട്ടിരുന്നത്. അതുപോലെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ റഷ്യയിൽ നിന്നുള്ള വാർത്ത വായിക്കുന്നതിനെ അവർ പരമാവധി തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പല രീതിയിലും റഷ്യയിൽ നിന്ന് വരുന്ന ആശയങ്ങൾ ഇവിടെയുള്ള ആളുകളെ സ്വാധീനിക്കുന്നു, അതെങ്ങനെയും തടയണം എന്നുള്ള തരത്തിലുള്ള പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും എല്ലാം ആ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുകയും അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കാനെല്ലാം ശ്രമിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഉള്ളൊരു പശ്ചാത്തലത്തിലും മലയാളികൾ റഷ്യയെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ ആദ്യം തേടിപ്പിടിച്ച് വായിക്കുകയും
അത് പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 1870-കളിൽ തന്നെ കേരളം ഇന്ത്യയിലെ ഏറ്റവും അധികം സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് മാറുന്നുണ്ട് എന്ന് റോബിൻ ജഫ്രി അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റങ്ങളുമായിട്ട് സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ഈ സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റങ്ങളാണ് നമ്മളുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ ഇവിടെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ശ്രീനാരായണീയ പ്രസ്ഥാനവും ചട്ടമ്പി സ്വാമികളും വാഗ്ഭടാനന്ദനും അയ്യ വൈകുണ്ഠസ്വാമികളും അയ്യങ്കാളിയും പൊയ്കേലപ്പച്ചനും എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പറയുന്ന മുന്നേറ്റങ്ങളെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുമ്പ് ഉണ്ടായിട്ടുള്ള പല തരത്തിലുള്ള സമരങ്ങൾ, സത്യാഗ്രഹങ്ങൾ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നീട് നടക്കുന്ന പാല്യം സത്യാഗ്രഹം, ഇതെല്ലാം വളരെയധികം പൊളിറ്റിക്കലി സോഷ്യലി മലയാളികളെ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് 1920-കളിൽ ഇവിടെ മലബാറിൽ മലബാർ കുടിയാൻ സംഘവും കൊച്ചിയിൽ ദേശീയ കർഷക സമാജവും എല്ലാം ആയിട്ടുള്ള ഇവിടുത്തെ ആദ്യത്തെ കർഷക സംഘങ്ങൾ ആരംഭിക്കുന്നത്. അതുപോലെ 1922 ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ എന്ന് പറഞ്ഞ് ആലപ്പുഴയിലെ എംപയർ കയർ ഫാക്ടറിയിൽ വാടപ്പുറം പി കെ ബാവയുടെ നേതൃത്വത്തിൽ ആദ്യ ട്രേഡ് യൂണിയനും രൂപീകരിച്ചു. പിന്നീട് കൊച്ചിയിലെ ആദ്യ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിലാണ്. വേലക്കാരൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു മാസികയും അന്ന് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ്റെ തൊഴിലാളി എന്ന് പറയുന്ന പത്രം 1925 മുതൽ വളരെ സജീവമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പല പദങ്ങളും ഈ കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഉയർന്നു വരുന്നത്. ഉദാഹരണത്തിന് സഖാവ് എന്ന് പറയുന്ന പദം സഹോദരൻ അയ്യപ്പൻ്റെ ഈഴവോത്ബോധനം എന്ന് പറയുന്ന 1918 വന്നിട്ടുള്ള കവിതയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ക്യാപിറ്റലിസ്റ്റിൻ്റെ മലയാള പര്യായമായിട്ടുള്ള മുതലാളി എന്നുള്ള വാക്ക് 1922 വള്ളത്തോൾ എഴുതിയ മാപ്പ് എന്ന് പറയുന്ന കവിതയിലാണ് വരുന്നത്. തൊഴിലാളി എന്നുള്ള പദമാണെങ്കിൽ തന്നെയും ഇതുപോലെ സഹോദരൻ അയ്യപ്പൻ്റെയും മറ്റും എഴുത്തുകളിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് വേലക്കാരൻ എന്നും മറ്റുമാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഇടതുപക്ഷ മുന്നേറ്റം ശക്തമാവുന്നതോടുകൂടിയാണ് ഈ തൊഴിലാളി എന്ന് പറയുന്ന പഴയ ഒരു താഴേക്കിടയിലുള്ള എന്നുള്ള രീതിയിലുള്ള ഒരു നിലവാരം കുറഞ്ഞ ഒരു പദമായി മാറുന്ന തൊഴിലാളി എന്നുള്ളത് കൂടുതൽ അഭിമാനത്തോടു കൂടി ഞാനൊരു തൊഴിലാളിയാണ് എന്ന് പറഞ്ഞ് തൊഴിലെടുക്കുന്നവർ പറയാനെല്ലാം തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ സവിശേഷമായി 1930-കളോടെ മലബാറിൽ നടക്കുന്ന കർഷക മുന്നേറ്റങ്ങളിലും തിരുവിതാംകൂറിൽ നടക്കുന്ന തൊഴിലാളി മുന്നേറ്റങ്ങളിലും നായർ ഭരണം തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യം മാറി മുതലാളിത്തം തുലയട്ടെ എന്ന് പറയുന്നൊരു മുദ്രാവാക്യമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം സ്വാധീനിക്കുന്നത് യഥാർത്ഥത്തിൽ ലെനിൻ്റെ ആശയങ്ങളാണ്. കാരണം ലെനിൻ അദ്ദേഹത്തിൻ്റെ കോളനികളോടുള്ള സമീപനം, അദ്ദേഹത്തിൻ്റെ ലെനിൻ റോയ് ഡിബേറ്റിലെല്ലാം 1920 നടക്കുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ബാക്കു കോൺഗ്രസ് 1920 സെപ്റ്റംബറിൽ നടക്കുന്ന അസർബൈജാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കുവിൽ വെച്ച് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈ കോൺഗ്രസ് ഓഫ് ദി പീപ്പിൾസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്ന ഈ കോൺഗ്രസ്സിനകത്ത് വെച്ചിട്ടാണ് ഈ നാഷണൽ ആൻഡ് കൊളോണിയൽ ക്വസ്റ്റ്യൻ ലെനിനും റോയും തമ്മിലുള്ള സംവാദത്തിന് കാരണമാകുന്നത്. അപ്പോൾ അവിടെയും ലെനിൻ്റെ ആശയങ്ങൾക്കായിരുന്നു കൂടുതൽ ജൈവികത ഉണ്ടായിരുന്നത്. കാരണം ലെനിൻ പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, കൊളോണിയൽ രാജ്യങ്ങളിലുള്ള സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളെയെല്ലാം പ്രത്യയശാസ്ത്ര മൂശയിലിട്ട് ഉരച്ചു നോക്കി ട്ടല്ല നമ്മളതിനോട് പിന്തുണ തീരുമാനിക്കുന്നത്. കാരണം അത് പലതരത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ യോജിക്കാൻ കഴിയാത്ത പല ഘടകങ്ങൾ അതിലുണ്ടായേക്കാം. പക്ഷേ അത് കോളനിവൽക്കരണത്തിനെതിരായിട്ടുള്ള മുന്നേറ്റമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് നമ്മൾ പിന്തുണ നൽകണം എന്നുള്ളൊരാശയമാണ് ലെനിൻ അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാം ഇൻ്റർനാഷണലിൽ റോസ ലക്സംബർഗുമായിട്ട് നടന്ന സംവാദങ്ങളിലും ലെനിൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ദേശീയതയെ, ഡിബേറ്റ് ഓൺ നാഷണലിസം ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ, ആ സംവാദത്തിൽ പറയുന്നത് ലെനിൻ ദേശീയതകളുടെ സ്വയം നിർണയാവകാശത്തെ പിന്തുണച്ച ഒരാളാണ്. അതിന് ലെനിന് വിശേഷമായിട്ട് ലെനിനെ സ്വാധീനിച്ചത് റഷ്യയിലെ സാഹചര്യങ്ങൾ തന്നെയാണ്. കാരണം ഇന്ത്യയോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരുപാട് നാഷണാലിറ്റീസ്,
ഒരുപാട് ദേശീയതകളും ഉപദേശീയതകളും എല്ലാം ഉള്ളൊരു രാജ്യമാണ് റഷ്യ. അപ്പോൾ അത്തരത്തിൽ ഈ ദേശീയതകളുടെ സ്വയം നിർണയാവകാശത്തിനെ കുറിച്ച് സംസാരിച്ചതും അതുപോലെ ഇമ്പീരിയലിസം ഇസ് ദ ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ കൂടുതൽ ശക്തിയുക്തവും ഉന്നതവുമായിട്ടുള്ളൊരു രൂപമാണ് എന്നെല്ലാം പറഞ്ഞ് ലെനിൻ ഈ മുതലാളിത്തത്തെ വിശേഷിപ്പിച്ചത് എല്ലാം ആ കാലത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാം സ്വാതന്ത്ര്യ സമര നേതാക്കളെ വലിയ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ലെനിനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിൽ കാരണമായിട്ടുണ്ട്. അതിൽ വിശേഷിച്ചും ഈ തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾ അന്ന് ഉന്നയിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം സാധാരണക്കാർക്ക് തൊഴിലെടുക്കാനും അവർക്ക് വീട് വയ്ക്കാനും എല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ള ഭൂമിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആവശ്യമായി അവർ ഉയർത്തിയിരുന്നു. അങ്ങനെ 1920കളോടെ കേരളത്തിൽ തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾ വ്യാപകമാവുന്ന സമയത്ത് അക്കാലത്തെ ജന്മിത്വത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭയം ഈ മുന്നേറ്റങ്ങൾ അവർക്ക് അവകാശപ്പെട്ട ഭൂസമ്പത്ത് ചോദിക്കുന്നത് വഴി അനധികൃതമായി തന്നെ കയ്യിൽ വെച്ചിരിക്കുന്ന ഭൂമി ജന്മിമാരും മറ്റ് അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമെല്ലാം കൂടുതലായി കൈവശം വെച്ചിരിക്കുന്ന അവരുടെ ഭൂസമ്പത്ത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വലിയ ഭയം ഇവരിലുണ്ടായിരുന്നു. ഇത് EMS നമ്പൂതിരിപ്പാടെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളൊക്കെ സൂചിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അക്കാലത്ത് നടന്നിരുന്ന പൊളിറ്റിക്കൽ ക്യാമ്പയിനിലെല്ലാം തന്നെ റഷ്യയിലെ ബോൾഷെവിസം ചെയ്തതുപോലെ ഇവിടെ ഈ തൊഴിലാളി കർഷക യൂണിയനുകൾ മുന്നേറ്റം നടത്തുകയാണെന്നും അവർ നമ്മളുടെ കയ്യിലുള്ള സമ്പത്തെല്ലാം പിടിച്ചെടുക്കും എന്നുള്ള തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിനും ഒരു മൂവ്മെൻറ്റും എല്ലാം ഇവിടുത്തെ യാഥാസ്ഥിതിക വർഗം കൃത്യമായിട്ട് മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ലെനിൻ. റഷ്യയിൽ വന്നിട്ടുള്ള ഒരു ഈവിൾ പവർ ആണ് റഷ്യയിൽ വന്നിട്ടുള്ളത്. ദൈവനിഷേധികളുടെയും അതുപോലെ അസാൻമാർഗികരായിട്ടുള്ള ആളുകളുടെ എല്ലാം ഒരു ഭരണകൂടമാണ് റഷ്യയിൽ വന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു എന്താ പറയുന്ന വളരെ ഇമ്മോറലായിട്ടുള്ള ഒന്നായിട്ടാണ് റഷ്യയിലെ ഭരണകൂടത്തെയും ലെനിൻ എന്ന് പറയുന്ന നേതാവിനെയെല്ലാം അവർ ആ കാലത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ചെറിയൊരു കാലഘട്ടത്തിനിടയിൽ തന്നെ, അതായത് 1930 ഡിസംബറിൽ രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1940കളിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റമായിട്ടും ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടെല്ലാം രൂപം പ്രാപിക്കുന്നുണ്ട്. ആ കാലത്ത് ഒരുപാട് പുതിയ പുതിയ നേതാക്കളും പ്രവർത്തകരും എല്ലാം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ഒരു ആദർശ മാതൃക അതൊരു തുല്യത എന്നുള്ളൊരു സമൂഹമായിരുന്നു. കാരണം വളരെ ഹൈലി അൺഈക്വൽ ഒരു സൊസൈറ്റി, വലിയ രീതിയിൽ അസമത്വം നിറഞ്ഞ ഒരു സമൂഹമായിരുന്നു കേരളത്തിലെ. ജാതിപരമായിട്ടും വർഗപരമായിട്ടും എല്ലാം വലിയ രീതിയിൽ അസമത്വവും വിവേചനങ്ങളും നിറഞ്ഞ ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും തുല്യത എന്ന് പറയുന്നൊരു ഉട്ടോപ്യൻ ആശയം എല്ലാവരും സഹോദരൻ അയ്യപ്പൻ ഒക്കെ എഴുതിയിട്ടുള്ള ഓണപ്പാട്ടിലെല്ലാം പറയുന്നത് പോലെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള തുല്യതയുള്ള ഒരു സമൂഹത്തിനെ കുറിച്ച് നമ്മളുടെ മനസ്സുകളിൽ ആളുകളുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു അത്. അതുകൊണ്ട് തന്നെ 1947 EMS നമ്പൂതിരിപ്പാട് എഴുതുന്ന 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ EMS മുന്നോട്ട് വയ്ക്കുന്ന ആശയവും അതുതന്നെയാണ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സങ്കല്പം മാവേലി നാടാണ് എന്നാണ് ആ പുസ്തകത്തിലൂടെ EMS പറഞ്ഞിട്ടുള്ളത്. അതുവഴി EMS ചോദ്യം ചെയ്തത് കേരളോൽപ്പത്തിയിലും മറ്റും പറയുന്ന ബ്രാഹ്മണിക സങ്കല്പമായിട്ടുള്ള പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച് ബ്രാഹ്മണർക്കായി ദാനം കൊടുത്ത ഒരു ദേശമാണ് കേരളം എന്ന് പറയുന്നതും ബാക്കിയെല്ലാം ഇവിടെ അധിവസിക്കുന്ന മറ്റെല്ലാവരും തന്നെ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഔദാര്യം കൊണ്ട് കേരളത്തിൽ വന്ന് താമസിച്ച ആളുകളാണ് എന്നുള്ള ഒരു നറേറ്റീവിനെ വളരെ ശക്തമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം പരശുരാമൻ മഴുവെറിഞ്ഞ നാട് എന്നുള്ളതല്ല, മറിച്ച്
കുറേയും കൂടി സമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മാവേലി നാട് എന്നുള്ള ഒരു സങ്കല്പമാണ്. അവിടെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരിക്കും. അത്തരത്തിലുള്ളൊരു സാമൂഹിക നിർമ്മിതിക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നതെന്നും അത് റഷ്യയിലും മറ്റും കമ്മ്യൂണിസ്റ്റുകാർ അത്തരത്തിലുള്ളൊരു സാമൂഹിക വ്യവസ്ഥിതിയാണ് നിർമ്മിച്ചിട്ടുള്ളതും എന്നുമെല്ലാമാണ് ഈ ആശയങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ KPG നമ്പൂതിരിയുടെ 1940കളുടെ തുടക്കത്തിൽ അദ്ദേഹം എഴുതുന്ന നാണിയുടെ ചിന്ത എന്ന് പറയുന്ന കവിത, ആ കവിത അന്നത്തെ വലിയ സാഹിത്യകാരന്മാരാൽ വലിയ വിമർശനങ്ങളും ആക്രമണങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയതാണ്. അതൊരു മുദ്രാവാക്യ കവിതയാണ്. അതുകൊണ്ട് തന്നെ ഒരു കവിത എന്ന് പറയാൻ പറ്റില്ല, അതൊരു മുദ്രാവാക്യമാണ്, അതിൽ സാഹിത്യം ഇല്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം ഉന്നയിക്കപ്പെട്ടിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ നാണിയുടെ ചിന്ത എന്ന് പറയുന്ന കവിതയിലെ പട്ടിണിപ്പാവമായിട്ടുള്ള നാണി പങ്കുവയ്ക്കുന്ന സ്വപ്നം, സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, പോകാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം എന്ന് പറയുന്ന വരികൾ വലിയ സ്വീകാര്യതയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പൊതു സവിശേഷതയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഒരു ആൻറ്റി കൊളോണിയൽ പോരാട്ടത്തിനും നമ്മളുടെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലുമെല്ലാം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ആദർശ മാതൃക. കാരണം വെസ്റ്റേൺ വികസിത മുതലാളിത്ത രാജ്യങ്ങൾ, അതായത് പടിഞ്ഞാറൻ മുതലാളിത്ത രാജ്യങ്ങളിലായിരുന്നു നമ്മളെ കോളനികളാക്കി ചൂഷണം ചെയ്ത് ഭരിച്ചുകൊണ്ടിരുന്നത്, ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കെതിരെയുള്ളൊരു ബദൽ സാമൂഹ്യ വ്യവസ്ഥിതി നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ അതിലെല്ലാവർക്കും തുല്യത കൊടുക്കുകയും നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കുകയും ചെയ്യണം എന്നുള്ള ആശയമെല്ലാം ആ കാലത്തെ മുന്നേറ്റങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇത്തരം മുന്നേറ്റങ്ങളിലും അതുവഴി വന്നിട്ടുള്ള സാഹിത്യ സൃഷ്ടിയിലെല്ലാം നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു നേതാവ് ലെനിനാണ്. സോവിയറ്റ് യൂണിയനിൽ നടക്കുന്ന പല സംഭവവികാസങ്ങളെയും ചൊല്ലി, മോസ്കോ ട്രയൽസിനെയും മറ്റും ചൊല്ലി 1930കൾ മുതൽ തന്നെ സ്റ്റാലിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനും കേരളത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിനെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ പോലും ലെനിൻ്റെ ശോഭയ്ക്ക് അതൊന്നും മങ്ങലേൽപ്പിക്കുന്നില്ല. ലെനിൻ അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശ മാതൃക തന്നെ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് സവിശേഷമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇവിടുത്തെ സാഹിത്യ സൃഷ്ടികൾ. 1950 സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച് തിരിച്ചു വന്ന മഹാകവി വള്ളത്തോൾ, അദ്ദേഹം ലെനിൻ്റെ ശവകുടീരത്തിൽ എന്ന് പറഞ്ഞ് കവിത എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യധാരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാം കടുത്ത വിമർശകനായിട്ട് നിന്നിട്ടുള്ള M. ഗോവിന്ദൻ, അദ്ദേഹം ലെനിൻ്റെ പിന്മാറ്റം എന്ന് പറഞ്ഞിട്ട് ബീഥോവൻ്റെ സംഗീതത്തോട് ലെനിനുള്ള അഭിനിവേശത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനം, NV കൃഷ്ണവാര്യരുടെ ഹേ ലെനിൻ എന്ന് പറഞ്ഞ കവിത, VR കൃഷ്ണയ്യരുടെ സോവിയറ്റ് യൂണിയനിൽ പോയി മടങ്ങി വന്ന ശേഷം എഴുതിയ ലെനിൻ്റെ നാട്ടിൽ എന്ന് പറയുന്ന യാത്രാവിവരണം, 1970 ലെനിൻ്റെ 100ാം ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് വെളിച്ചമേ നയിക്കൂ എന്ന പേരിൽ വയലാർ രാമവർമ്മ എഴുതിയ കവിത, അങ്ങനെ നിരവധിയായിട്ട് ലെനിനെ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മയക്കോവ്സ്കിയുടെ ലെനിൻ എന്ന് പറയുന്ന കവിതയുടെ പരിഭാഷ KPG നമ്പൂതിരി നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ലെനിൻ എന്ന് പറയുന്ന കവിത ഉണ്ട്. ഇത്തരത്തിൽ ലെനിനെ പരാമർശിക്കാതെ പോയ 20ാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യകാരന്മാർ വിരളമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ സാഹിത്യത്തിലും അതുപോലെ കലയിലും മറ്റ് അങ്ങനെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന മറ്റ് പ്രധാനപ്പെട്ട പല ഇടങ്ങളിലും ലെനിൻ ഒരു ആദർശ പുരുഷനായിട്ടും ഒരു മാതൃകയായിട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗ്രാമാന്തരങ്ങൾ തോറും നോക്കുകയാണെങ്കിലും ആളുകൾക്ക് ലെനിനെ അറിയാമായിരുന്നു. അവരുടെ മക്കൾക്ക് ലെനിൻ എന്ന് പേരിട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് പലപ്പോഴും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ലെനിൻ എന്ന ആഗോള നേതാവിൻ്റെ പേര് കേരളത്തിലെ ഗ്രാമങ്ങളിലെ ജനങ്ങളിൽ വളരെ സ്വാഭാവികമായിട്ട് കാണുന്ന, നമ്മൾക്ക് ഒരു തരത്തിലുള്ള ഏലിയനേഷനും തോന്നാത്ത രീതിയിൽ വളരെ വളരെ ഒരു കേരളീയമായിട്ടുള്ളൊരു പേര് തന്നെയായിട്ട് ലെനിൻ എന്നുള്ള നാമം മാറിയിട്ടുണ്ട്. ഇത് പിന്നീട് 1ാം EMS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള പല ഭരണപരിഷ്കാരങ്ങളിലും സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ കാലത്ത് ഇവിടെ നടന്നിട്ടുള്ള ഈ പ്രൈവറ്റ് കമ്പനികളെ ഇവിടെ വ്യവസായം നടത്താൻ വേണ്ടിയും മറ്റും ക്ഷണിക്കുന്ന ഒരു സന്ദർഭത്തിൽ അന്ന് 1921
പ്രൈവറ്റ് കമ്പനികളെ എല്ലാം ചേർത്തുകൊണ്ട് വാണിജ്യം പ്രോത്സാഹിപ്പിക്കുന്ന ലെനിൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള ന്യൂ എക്കണോമിക് പോളിസി, ഈ ന്യൂ എക്കണോമിക് പോളിസി കേരളത്തിൽ ആ കാലത്തെ EMS ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ അതിന് വലിയ വിഘാതമായി നിന്നിരുന്ന ഒന്നാണ് ഇവിടുത്തെ ബ്യൂറോക്രസി. അപ്പോൾ അന്ന് ഇവിടുത്തെ ബ്യൂറോക്രസി സൃഷ്ടിക്കുന്ന തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് പറയുമ്പോൾ EMS നമ്പൂതിരിപ്പാട് ലെനിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ബൂർഷ്വാ ജനാധിപത്യ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി അവിടെ മന്ത്രിമാർ മാറുന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും മാറുന്നില്ല. യഥാർത്ഥത്തിൽ ഭരണം നിയന്ത്രിക്കുന്നത് ബ്യൂറോക്രസിയാണ് എന്നും ഈ ബ്യൂറോക്രസിയിലെ ഉദ്യോഗസ്ഥരുടെ അവരുടെ ഏറ്റവും കൂടുതൽ അവർ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവിടുത്തെ നാടുവാഴിത്ത മുതലാളിത്ത ശക്തികളായിട്ട് ആണ് എന്നും അവരുടെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്പിരിറ്റ് ജനാധിപത്യ വിരുദ്ധമാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പുരോഗമനപരമായിട്ടുള്ളൊരു ഭരണമാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഈ അതികഠിനമായ വെല്ലുവിളിയെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം EMS നമ്പൂതിരിപ്പാട് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് ലെനിൻ 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ കാലത്താണ് ലെനിൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളിൽ ലെനിനെ പരാമർശിച്ചുകൊണ്ട് ഇവിടുത്തെ നേതാക്കൾ സംസാരിക്കുകയും ഇടപെടുകയും അവരുടെ ഭരണപരമായിട്ടുള്ള പോളിസികളിലെല്ലാം അത് ഉപയോഗിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെ വൈകാരികമായിട്ടുള്ള ചില സന്ദർഭങ്ങളും കൂടിയുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള TV തോമസ്, അദ്ദേഹം ക്യാൻസർ ബാധിതനായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം സോവിയറ്റ് യൂണിയനിലേക്ക് വന്നു. 1976-77 കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹം അതുവരെ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചിട്ടില്ല. സോവിയറ്റ് യൂണിയനിലേക്ക് മോസ്കോയിലേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലെനിൻ്റെ ശവകുടീരം കാണുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ലെനിൻ്റെ ശവകുടീരം കാണാൻ പോകുന്ന അദ്ദേഹത്തിനെ അനുഗമിക്കുന്നത് അന്ന് ഇന്ത്യയുടെ റഷ്യൻ എംബസിയിൽ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്ന മലയാളിയായിട്ടുള്ള MK ഭദ്രകുമാറാണ്. അദ്ദേഹം പിന്നീട് അംബാസഡറായിട്ട് മാറി. അപ്പോൾ MK ഭദ്രകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള MK കൃഷ്ണനായിരുന്നു. അദ്ദേഹം ഭദ്രകുമാർ TV തോമസിനോടൊപ്പം പോകുമ്പോൾ ലെനിൻ മുസോളിയത്തിനകത്ത് ചെന്ന ശേഷം നിശബ്ദനായിരുന്ന TV തോമസ് എന്തോ ഒന്ന് അതിൻ്റെ ഒരു മൂലയിൽ ഉപേക്ഷിക്കുന്നത് ഭദ്രകുമാർ കാണുന്നുണ്ട്. ഭദ്രകുമാർ അത് കണ്ടു എന്നുള്ള കാര്യം TV തോമസിനും മനസ്സിലായി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അല്പനേരം ഒരു വാക്കുകൾ കിട്ടാത്ത നിശബ്ദത ഉണ്ടായിരുന്നു TV തോമസിന്. അതിനുശേഷം അദ്ദേഹം ഭദ്രകുമാറിനോട് പറഞ്ഞു, എൻ്റെ എല്ലാം ഞാൻ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. എൻ്റെ വിവാഹം വരെ അത് എൻ്റെ വിവാഹമോതിരമായിരുന്നു. ഇത് ഗൗരിയമ്മയുടെ മരണത്തിന് ശേഷം ഭദ്രകുമാർ എഴുതുന്ന ഒരു അനുസ്മരണപരമായിട്ടുള്ള ലേഖനത്തിലാണ് അദ്ദേഹം ഈ സന്ദർഭം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ലെനിൻ എന്ന് പറയുന്ന നേതാവും സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു ആദർശ രാഷ്ട്രവും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും അതുപോലെ തന്നെ സാധാരണക്കാരായ പലരെയും എത്രത്തോളം ആഴത്തിൽ മാനസികമായി സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് നമ്മൾ വരുമ്പോൾ വയലാർ എല്ലാം പാടിയതുപോലെ ഇന്ത്യയോർക്കും ലെനിനെ എന്നാണ് അദ്ദേഹം പാടിയത്. അതുപോലെ ONV കുറുപ്പ് ലണ്ടനിലെ ഹൈഗേറ്റ് സെമിത്തേരിയിൽ പോയി കാൾ മാർക്സിൻ്റെ ശവകുടീരം കണ്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എഴുതുന്ന ഒരു കവിതയുണ്ട്, ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിന്ന് വാക്കുറങ്ങാതിരിക്കുന്നു. അത് തന്നെയാണ് ലെനിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കും പറയാൻ വേണ്ടി കഴിയുന്നത്. അതായത് മോസ്കോയിലെ റെഡ് സ്ക്വയറിലെ ആ തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിൽ ലെനിൻ്റെ ശവപേടകം സൂക്ഷിക്കുമ്പോൾ ലെനിൻ അവിടെ നിശബ്ദനായി കിടന്നുറങ്ങുമ്പോൾ പോലും കേരളത്തിൽ ലെനിൻ്റെ ശബ്ദം മുഴങ്ങി കേൾക്കുകയാണ്, ലെനിൻ്റെ വാക്കുകൾ ഉറങ്ങാതിരിക്കുകയാണ്.